പല സാക്ഷികളെയും ഈ കേസിൽ കോടതി വിസ്തരിച്ചു കഴിഞ്ഞു. അന്ന് സ്വന്തം ആവശ്യത്തിന് വീട്ടിൽ പോയ വേലക്കാരൻ കുമാരന്റെ അസാന്നിധ്യം സ്വാഭാവികമാണ്. എന്റെ മകൾ അമ്മണി ഉറക്കമായിരുന്നു. രാത്രി ഏകദേശം 8 മണി കഴിഞ്ഞു കാണും. ഞാനും എന്റെ മാതാപിതാക്കളും സിറ്റിംഗ് റൂമിൽ ഇരുന്ന് ടേപ്പ് റെക്കോർഡിലുള്ള സംഗീതം കേൾക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് സംഭവം നടന്ന മുറിയിൽ നിന്ന് എന്തോ തട്ടിമറിയുന്ന ശബ്ദം കേട്ടത്. സംശയം തോന്നിയ അമ്മ അങ്ങോട്ട് പോയി. തുടർന്ന് കേട്ടത് അമ്മയുടെ മോനെ മോനെ എന്നുള്ള വിളിയാണ്. ഞാനും അച്ഛനും ഓടിച്ചെന്നു. വാതിലകത്ത് നിന്ന് പൂട്ടിയിരുന്നു. അകത്തെന്തോ കത്തുന്നു. ശ്രദ്ധിച്ചപ്പോൾ വേദന കൊണ്ടുള്ള ഞരക്കങ്ങൾ കേട്ടു. പിന്നീട് സംശയിച്ചു നിന്നില്ല ഞാൻ വാതിൽ ചവിട്ടി പൊളിച്ചു. അകത്ത് കടന്നപ്പോൾ എന്റെ അനിയന്റെ ഭാര്യ കത്തി എരിയുന്നതാണ് കണ്ടത്. രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഫലിച്ചില്ല. അത്രയ്ക്ക് വൈകിപ്പോയിരുന്നു. അവൾ മരിച്ചു. അപ്പോഴേക്കും അയൽക്കാർ ചിലർ ഓടിയെത്തിക്കഴിഞ്ഞിരുന്നു. സംഭവത്തിന് ദൃക്സാക്ഷികളായി അവരുടെ മൊഴി നൽകിയിട്ടുണ്ട്. ഇതാണ് സത്യം.